ഇടതുകോട്ടയാണെങ്കിലും കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തീ പാറും. LDF-ൽ CPI-യും CPM-ഉം ഇത്തവണ രാമങ്കരിയിൽ പരസ്പരം മത്സരിക്കുന്നുവെന്നത് പ്രത്യേകതയാണ്. ഇടതുകോട്ടയിൽ വിള്ളൽ വീണതോടെ അവസരം മുതലാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് UDF-ഉം NDA-യും. എന്നാൽ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം രാമങ്കരിയിലെ UDF കൺവീനർ നയനാൻ തോമസ് ഉണ്ട്. എന്തായാലും UDF-ന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു മത്സരത്തിലേക്കൊക്കെ പോകുന്നു? രണ്ട് LDF-നകത്ത് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റായാണ് മത്സരിക്കുന്നത്. അപ്പോൾ UDF-ന് അത് ഗുണം ചെയ്യുമോ? തീർച്ചയായിട്ടും ഇത് UDF-നെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇത് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ ജനങ്ങളുടെ ഒരു വികാര പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും UDF-ന് സംസ്ഥാനത്തെമ്പാടും വലിയ മേൽക്കൈ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാമങ്കരിയിലെ പ്രധാന മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. ഈ തിരഞ്ഞെടുപ്പിൽ രാമങ്കരി പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതാണ് പറയുന്നത്. എന്തായാലും അവരെന്താണ് മുന്നോട്ട് വെക്കുന്നത്? ചേട്ടാ, വെള്ളപ്പൊക്കത്തിന് എന്തെങ്കിലും ശമനമുണ്ടോ? വെള്ളപ്പൊക്കത്തിന് ഒരു ശമനമില്ല. ഒരു ശമനമില്ല. കുടിവെള്ളത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കുടിവെള്ളം കിട്ടുന്നുണ്ട്. രാമങ്കരി കുടിവെള്ളം വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നില്ല. എന്നാൽ ഈ പറയുന്ന പോലെ ഈ റോഡിൽ കൂടെ ഈ റോഡ് ഇങ്ങനെ കിടക്കാതുകൊണ്ട് എത്ര നാളായി? ഇത് ഒത്തിരി നാളായി. നല്ലൊരു റോഡ് വേണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഇത്തവണ? ഏത് രാമങ്കരി പഞ്ചായത്തിന്റെ ഭാഗമല്ലേ? പേരെന്താ? രഞ്ജിത്ത്. എന്താവശ്യം? നമുക്ക് റോഡ് വേണം, വെള്ളപ്പൊക്കത്തിന് ശമനം ഉണ്ടാകണം. എല്ലാവരും ഓട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ടോ? എന്തായിരിക്കും ഇത്തവണ എങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നമ്മ? നാടിന് നന്മയുള്ളവരെ വോട്ട് ചെയ്യണം. രാഷ്ട്രീയം നോക്കരുത്. രാഷ്ട്രീയം നോക്കരുത്. ചിത്രക്കരിയിൽ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പൊ എല്ലാം കൊണ്ട് നല്ല റോഡും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാവരും വലിയ വാദങ്ങളൊക്കെയാണ് പറയുന്നത് ഇലക്ഷൻ്റെ കാര്യം. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ജനങ്ങളാണല്ലോ അഭിപ്രായം പറയുന്നത്? പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഇല്ല പറയാനായിട്ട്. ഒരു അഭിപ്രായം ഇല്ലേ? കാരണം ഞാൻ എന്താ അഭിപ്രായം പറയാനാ? കാർഷിക മേഖല വിട്ടു വന്നവരൊക്കെ നിങ്ങളുടെ കൂടെ ഓട്ടോറിക്ഷ ഓടാനൊക്കെ ഉണ്ടോ? ഉണ്ട്. കാർഷിക മേഖലയിൽ പണിയുന്ന ഒത്തിരി പേരുണ്ട്. എന്നാലും കാർഷിക മേഖലയിൽ തന്നെ ഇപ്പോൾ പണിയൊന്നുമില്ല. മറ്റു കാര്യങ്ങളിപ്പോൾ തന്നെ നെല്ല് കൃഷിയൊക്കെ നഷ്ടത്തിലാണെന്ന് കർഷകർ പറയുന്നത്. ഒന്നാമതെ വെള്ളപ്പൊക്കം. ഈ കുട്ടനാട്ടിലേക്ക് ഇവിടെ ഒരു കൃഷി ആണ്ടി നടക്കുന്നുള്ളൂ. ഇലക്ഷനൊക്കെ ആയിട്ട് ഇവിടെ പാട്ടും കേട്ട് ഇങ്ങനെ ഇരിക്കുവാണോ? സമയങ്ങളുണ്ട്. എന്ത് തോന്നുന്നു നിലവിലത്തെ ഒരു പാട്ടൊന്നും ചെയ്ത് നിർത്തുവോ? ഒരു ഇലക്ഷനായിട്ട് ഒരാൾ വന്ന് ഇവിടെ പാട്ടൊക്കെ കേട്ടിരിക്കുക. എന്ത് ചെയ്യുന്നു ചേട്ടാ? പ്രശ്നമേ അല്ല. എന്ത് ചെയ്യുന്നു ചേട്ടാ? ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. ഇപ്പൊ നമ്മൾ കുട്ടനാട്ടിലെ കാർഷിക വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. കൃഷി പലരും നിർത്തുന്നു. കൃഷിയുണ്ട്. കണ്ടത്തിൽ പോയിട്ട് വന്ന ആളാണ്. ഓട്ടോറിക്ഷ ഫുൾ ടൈം കൃഷിക്കാരനായിരുന്നു. എങ്ങനെയുണ്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊന്നും ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ പോകുന്നു. കുഴപ്പമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ആര് ജയിക്കും ആര് തോക്കുന്നാണോ? അങ്ങനെയാണോ ചോദ്യം? അതെന്തായാലും അതിപ്പോ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ രഹസ്യമല്ലേ. നമ്മൾ ആർക്ക് വോട്ട് ചെയ്യും? നമ്മൾ വഴിയേറും ഇരിക്കുന്ന അത് പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ലോ. രാമങ്കരി ഭാഗത്തൊക്കെ വെള്ളത്തിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷെ മുട്ടാറ് വെള്ളത്തിന് പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ദൂരമാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒത്തിരി വരണം. മസാനം കഴിഞ്ഞ് പിന്നെ ദുരിതമാണ് ഞങ്ങൾക്ക്. വഴിയൊന്നുമില്ല. വഴിയില്ലാത്തതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾക്ക് കാല് വിരല് മുറിച്ച് കളഞ്ഞ് പഴുത്ത്. വഴിയില്ലാഞ്ഞിട്ട് ആ വഴി കൂടെ നടന്ന് കമ്പോ ഓലോ കൊണ്ട് മുറിച്ച് കളഞ്ഞതാ. ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ 20 ദിവസം ആശുപത്രിയിൽ കിടക്കുമായിരുന്നു. ഒരുപാട് പേര് പറയുന്നു AC റോഡ്. ഇവർ ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. AC റോഡിലെ വിഷയങ്ങളും നെല്ലും തെരഞ്ഞെടുപ്പായി. എന്തായാലും ഇപ്പോൾ AC റോഡിന്റെ വിഷയം തന്നെ നമ്മൾ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന് വിപരീതമായ രീതിയിൽ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിക്ക് വീതിയില്ല വന്നപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. നമ്മളെവിടെ പാർക്ക് ചെയ്യുന്നു? നിങ്ങളുടെ ഒരു വണ്ടി കൂടെ ഒരു കാർ ഇവിടെ ഏതെങ്കിലും സൈഡ് കൂടെ ഇടാൻ പറ്റുമോ? നമ്മൾ ഓടി വരുന്ന വണ്ടിക്ക് നമ്മൾ എതിർദിശയിൽ വരുന്ന വണ്ടി എങ്ങോട്ട് ഒരു ഇടിക്കാൻ വരുമ്പോൾ എങ്ങോട്ട് പോകും? ഈ ഓട കാരണം നമ്മൾ എങ്ങോട്ട് പോകും? അത് ഏറ്റവും കൂടുതൽ വരുന്നതും ഇവിടെ ഏറ്റവും കൂടുതൽ ബൈക്ക് ആക്സിഡൻറ്റ്. വണ്ടിയെല്ലാം ഇടിക്കുന്നതല്ല, ഈ ഓട ഇതേ കയറിയ ഇടിച്ച് മറിഞ്ഞ് തല പൊട്ട് എല്ലാവരും മരിച്ചു പോകും. എല്ലാം ഉഷാറല്ലേ? നല്ല ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായും.
ഇത്തവണ ഇവിടെ ഇടതുപക്ഷത്തിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ബാധിക്കുമോ? എന്താ അവസ്ഥ? ഒന്നും ബാധിക്കത്തില്ല. ബാധിക്കില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ആ നിലയിൽ നേരിട്ടതാണ്. CPM വിജയക്കൊടി പാറിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും ബാധിക്കത്തില്ല. ബാധിക്കില്ല. എല്ലാവരും എതിരായിരുന്നു, എന്നിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിച്ചതാണ്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. കഴിഞ്ഞ തവണ ഞങ്ങൾ 13 വാർഡുണ്ടായിരുന്നു. ആ 13 വാർഡിൽ 9 സീറ്റ് CPM തനിച്ച് മത്സരം ജയിക്കുകയുണ്ട്. ഇപ്രാവശ്യം 14 ഒരു സീറ്റ് വർധനമുണ്ട്. 14 സീറ്റ് ഉണ്ടായിരുന്നു. ആ 14 സീറ്റിൽ 10 സീറ്റ് CPIയും ബാക്കി 4 സീറ്റ് ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത്. CPIക്ക് അർഹമായ സീറ്റുകൾ കൊടുത്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള അവകാശവാദം അവർ ഉന്നയിക്കുക. എന്താണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണ് വയ്ക്കാനുള്ളത്? BJPക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ ധാരാളമുണ്ട്. കുട്ടനാടിൻ്റെ വിഷയമാണെങ്കിൽ തന്നെ കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകളുടെ യാത്രയെ സംബന്ധിച്ചുണ്ട്, അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കുട്ടനാട്, ഇതൊക്കെ ദുരിതത്തിലാണ്. കുട്ടനാട്ടിലെ മുഴുവൻ നദികളും മാലിന്യമായിരിക്കും. 30 വർഷം മുമ്പ് കുട്ടനാട്ടിലെ നദികളിലെ വെള്ളം കോരി കുടിച്ച ആളുകൾ കഴിയുമായിരുന്നു. ഒരാൾക്കും ഒരു അസുഖവും വരത്തില്ലായിരുന്നു. ഇപ്പം കുട്ടനാട്ടിലെ നദികളിൽ കുളിക്കാനോ ഒന്നും പ്രാഥമിക സൗകര്യം പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ കുട്ടനാട്ടിലെ മുഴുവൻ നദികളും മാലിന്യമായിരിക്കുകയാണ്. പഞ്ചായത്തും കളിക്കളങ്ങളും പാലങ്ങളും റോഡുകളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാമങ്കരിക്കാർ ഇത്തവണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾ അവർ സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നെൽകർഷകരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നെല്ല് സംഭരണവും ഒക്കെയായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നു. AC റോഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല കാര്യങ്ങൾ, വെള്ളപ്പൊക്കം, എക്കൽ നീക്കം, മണൽ നീക്കം, പ്രളയത്തിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ് കുട്ടനാടൻ മേഖലകളിലെ നീർത്തടങ്ങളിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഓരോ കോണിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ധനേഷിനൊപ്പം ആലപ്പുഴ രാമങ്കരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.